The next method that is we are going to discussing about northwest corner method. It is a simple and efficient method to obtain an initial solution. This method does not take into account the cost of transportation of any route of transportation. This method can be summarized as follows. ഈ മെത്തേഡ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റാർട്ട് വിത്ത് ദി സെൽ at the upper left corner or northwest corner of the transportation matrix allocated as much as possible equal to minimum of the rim values for the first row and first column, that is minimum of A1 B1. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സപ്ലൈക്ക് നമ്മൾ എ ഐ എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ഡിമാൻഡിനെയാണ് ബി ജെ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ A1 B1 എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ B1 എന്ന് പറയുമ്പോൾ ഈ D1 എന്നുള്ള കോളവും, അതുപോലെ തന്നെ A1 എന്ന് പറയുമ്പോൾ S1 എന്നുള്ള റോയും. അപ്പോൾ രണ്ടിൻ്റെയും കൂടി മിനിമം ആയിട്ടുള്ള വാല്യൂ വെക്കുക. അപ്പോൾ ഇവിടെ A1ൻ്റെ B1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5ഉം A1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ മിനിമം എന്താ 5. ആ 5 ആണ് നമ്മൾ S1 D1 എന്നുള്ള ആ കറസ്പോണ്ടിങ് സെല്ലിൽ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 5 എന്ന് ഇവിടെ ലൊക്കേറ്റ് ചെയ്തു. സ്റ്റാർട്ട് വിത്ത് ദി സെൽ ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദി then the next step is if allocation made in the step 1 is equal to the supply available at first source A1, that is the first row, then move vertically down to the cell 21 in the second row and first column and apply step 1 again for the next allocation. And if allocation made in step 1 is equal to the demand of the first destination, that is B1 in the first column, then move horizontally to the cell 1 2 in the first row and second column and apply step 1 again for the next allocation. അതായത് ഇപ്പോൾ നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തില്ല, ഇപ്പോൾ മിനിമം വാല്യൂ എടുത്ത് 5 എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തു. അതെന്ന് പറയുന്നത് ഡിമാൻഡ് റേഷ്യോനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കോളത്തിലെ നമ്പറിലോട്ടാണ് പോകേണ്ടത്. ആ റോയിലെ തന്നെ അടുത്ത കോളത്തിലോട്ട് പാസ് ചെയ്യുക. ഇഫ് ദി വാല്യൂ ഓഫ് ദി അലോക്കേഷൻ ഈസ് ഈക്വൽ ടു ദി ഡിമാൻഡ്, മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് കോളം. ഇറ്റ് ഈസ് 2 1. മൂവ് ടു ദി ഫസ്റ്റ് റോ, then move vertically down to the cell 21 and if it is equal to the demand, then move horizontally to the next cell 1 2. അപ്പോൾ അടുത്ത സെല്ലിലോട്ട് പോവുക. ആ റോയിൽ തന്നെ അടുത്ത സെല്ലിലോട്ടാണ് പോകേണ്ടത്. ആൻഡ് ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി സപ്ലൈ, ദെൻ മൂവ് ഡൗൺ ടു ദി നെക്സ്റ്റ് റോ. അപ്പോൾ നമ്മൾ 2 1 പോകേണ്ടത്. അപ്പോൾ ഇവിടെ 5 ഈക്വൽ ആണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്തു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂസ്, ഇപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് ഇവിടെ 5 വന്നപ്പോൾ അത് ബാലൻസ്, പക്ഷേ ഇവിടെ 7 ആണ്. ഈ 7ൽ എന്താ ഒരു 2 ബാലൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 വേണം. ആ റോ വൈസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ സപ്ലൈയുടെ സമ്മ് 7 കിട്ടേണ്ടത്. അപ്പോൾ 7 കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 കുറവുണ്ട്. അപ്പോൾ അടുത്ത റോയിലാണ് നമ്മളത് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത റോയിൽ നിന്ന് അടുത്ത റോയിൽ ഒരു 2 എന്നുള്ള വാല്യൂ, ആ മിനിമം എത്രയാണോ വേണ്ടത് അത് അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ മൊത്തം ഇവിടെ 8 ഉണ്ട്. ആ 8ൽ നിന്ന് നമ്മളൊരു 2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ റോയുടെ സമ്മ് എന്തായി 5 + 2 എന്നുള്ളത് 7 കിട്ടി. ആ ഡിമാൻഡ് വാല്യൂ B1ൻ്റെ വാല്യൂ 5ഉം ഓക്കെ. If A1 equal to B1, allocate X11 equal to A1 or B1 and move diagonally to the cell 22. ആൻഡ് ഇഫ് നമ്മളിപ്പോൾ ഇവിടെ രണ്ടിടത്തും 5 ആണെന്ന് വിചാരിക്കുക, സപ്ലൈയുടെ വാല്യൂ 5 ആണ്, ഡിമാൻഡിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഇവിടെ 5 എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മൂവ് ചെയ്യേണ്ടത് ഡയഗണൽ വൈസ് ആണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെല്ലിലോട്ടാണ് 2 2 എന്നുള്ള സെല്ലിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. Continue the procedure step by step till an allocation made in the southeast corner of the cell of transportation table. അതായത് ഈ ലാസ്റ്റ്
ഈ സെല്ല്, ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ സെല്ലിൽ നമ്മൾ റീച്ച് ചെയ്യണ വരെ നമ്മൾ ഇതേ മോഡലിൽ ഈ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് പറയുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുക. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഒരു LP മോഡലിലോട്ട് കൺവേർട്ട് ചെയ്ത ആ പ്രോബ്ലത്തിൻ്റെ സെയിം ടേബിളാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് നോക്കുക. നമ്മളുടെ അലോക്കേഷൻ എല്ലാം D1, D2, D3 അതുപോലെ S1, S2, S3 ഡിമാൻഡും സപ്ലൈയും എല്ലാം ലൊക്കേറ്റ് ചെയ്ത ടേബിൾ തയ്യാറാക്കുക. ദെൻ ഫസ്റ്റ് തന്നെ A1ൻ്റെയും B1ൻ്റെയും മിനിമം വാല്യൂ ഒക്കെ. ഇവിടെ A1 എന്ന് പറയുന്നത് 7 ആണ്, B1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 5. അത് S1 D1ൽ ലൊക്കേറ്റ് ചെയ്യുക. നോർത്ത് വെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്തു. ഇനി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദി സെൽ S1 D1 ഈസ് ദി നോർത്ത് വെസ്റ്റ് കോർണർ ഇൻ ദി സെൽ ഗിവൺ ഇൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ദി റിം വാല്യൂ ഓഫ് ദി S1 ആൻഡ് ദി കോളം D1 ആർ കമ്പയർഡ്. ദി smaller of 2, that is 5, is assigned as the first allocation. Otherwise, it will violate the feasibility condition. This means 5 units of commodity are to be transported from source S1 to the destination D1. However, this allocation leaves a supply of 7 minus 5, 2 units of commodity at S1. അതായത് ഇവിടെ നമുക്ക് 7 വേണം. 7 ആണ് S1 സപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിവിടെ 5 ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 കൂടി റിമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂവ് ഹൊറിസോണ്ടലി ആൻഡ് അലോക്കേറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ടു ദി സെൽ S1 D2. ദി റിം വാല്യൂ ഫോർ റോ S1 ഈസ് 2 ആൻഡ് ഫോർ കോളം D2 ഈസ് 8. ഇനിയിപ്പോൾ ഇവിടെ 5 ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇനി S1ന് എന്തേ ബാക്കിയുള്ളൂ? 2 ഉള്ളൂ. അതുപോലെ തന്നെ D2ന് എന്ത് വേണം? 8 വേണം. അപ്പോൾ ഇവിടെ മൊത്തം 2 എന്നുള്ളത് മാത്രം നമ്മളിപ്പോൾ തൽക്കാലം ചെയ്താൽ മതി. ഇത് സ്മോളർ വാല്യൂ, ആ വാല്യൂസിൽ ഏറ്റവും സ്മോളറാണ് നോക്കേണ്ടത്. അപ്പോൾ S1ൽ നിന്ന് ഇനി എത്ര റിമൈൻ ചെയ്യുന്നുള്ളൂ? 2 ആണ് റിമൈൻ ചെയ്യുന്നത്. D2ന് 8ഉം. അപ്പോൾ 2ൻ്റെയും 8ൻ്റെയും മിനിമം എന്ന് പറയുന്നത് ഏതാ? 2. അപ്പോൾ ആ മിനിമം വാല്യൂ ആയിട്ടുള്ള 2 ആണ് നമ്മളിവിടെ S1 D2 എന്നുള്ള സെല്ലിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. പ്രൊസീഡിങ് ടു റോ S2, സിൻസ് ദി ഡിമാൻഡ് ഓഫ് D1 has been met, nothing further can be allocated to D1, and the unfulfilled demand of D2 is now 8 minus 2 equal to 6 units. This can be fulfilled by S2 with the capacity of 9 units. So 6 units are allocated to the cell S2 D2. പിന്നെ നമുക്കിവിടെ എന്താക്കണം? ഡിമാൻഡ്, ആ B2 എന്നുള്ള വാല്യൂ മൊത്തം 8 ആണ് ഡിമാൻഡ് വരുന്നത്. D2 എന്നുള്ള കോളത്തിൻ്റെ ഡിമാൻഡ് വാല്യൂ എന്ന് പറയുന്നത് 8 ആയതുകൊണ്ട് നമ്മൾ അടുത്ത കോളത്തിലോട്ട് എന്ത് ചെയ്യുക? D2 എന്നുള്ള സെല്ലിലോട്ട്, അതായത് S2 D2 എന്നുള്ള സെല്ലിൽ എന്ത് കൊടുക്കുക? ഇനി ഇവിടെ 8 ആണ് വേണ്ടത്. അപ്പോൾ അതിന് ഒരു 6ഉം കൂടിയാണ് ഇവിടുത്തെ ഡിമാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 6ഉം ഇവിടുത്തെ S2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9. അപ്പോൾ രണ്ടിൻ്റെയും കൂടി മിനിമം എടുക്കുമ്പോൾ 6. ആ വാല്യൂ ആണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യണത്. അപ്പോൾ 6 എന്ന് ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സം എടുക്കുമ്പോൾ 2 + 6 8 ആയി. ഇനി റോ വൈസ് സം എടുക്കുമ്പോൾ എന്ത് വരും? 6 വന്നിട്ടുള്ളൂ. നമുക്കിവിടെ മൊത്തം വേണ്ടത് 9 ആണ് വേണ്ടത്. അപ്പോൾ അവിടെ എഗെയിൻ ഒരു 3 റിമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി S2 എന്നുള്ള കോളത്തിൻ്റെ റിം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. കാരണം 6 ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇനി നമുക്കിവിടെ 3 ഉള്ളൂ. ഇനി D3 എന്നുള്ളിടത്ത് എന്ത് വേണം? D3 എന്നുള്ളിടത്ത് നമ്മളിത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ മിനിമം വാല്യൂ നോക്കാം. മിനിമം വാല്യൂ നോക്കുമ്പോൾ ഇവിടെ 3യും താഴെ D3യുടെ താഴെ 7ഉം. അപ്പോൾ 3യുടെയും 7ൻ്റെയും കൂടി മിനിമം എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് ആ S3 D3യിൽ എന്ത് ലൊക്കേറ്റ് ചെയ്യുക? 3 ലൊക്കേറ്റ് ചെയ്യുക. 3 ലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 6 + 3 9 അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് ഈ D3 എന്നുള്ളതിൻ്റെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 7 ആണ് വേണ്ടത്. അപ്പോൾ ഒരു 4 റിമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ D3യുടെ ഇപ്പോഴത്തെ റിമൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 4ഉം ആ കറസ്പോണ്ടിങ് റോ വാല്യൂ എന്ന് പറയുന്നത് 18ഉമാണ്. അപ്പോൾ 18ൻ്റെയും 4ൻ്റെയും മിനിമം എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് നമ്മളിവിടെ 4 ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ 3 + 4 7 ആയി. ഇനി S3 എന്നുള്ള കോളം ഫില്ല് ചെയ്യണം. അതായത് അവിടുത്തെ സപ്ലൈ വരേണ്ടത് 18 ആണ്. പക്ഷെ നമുക്കിവിടെ 4 വന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? 14 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 18ൽ നിന്ന് ഒരു 14 ആഡ് ചെയ്തു. അപ്പോൾ 4 + 14
ടോട്ടൽ വാല്യൂ 18 കിട്ടി. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് നമ്മൾ കോളം വൈസ് അത് ഓരോന്ന് ചെയ്തു പോകേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ റൗണ്ട് ചെയ്ത് എടുത്തേക്കുന്ന വാല്യൂസ് കോളം വൈസും അതുപോലെ തന്നെ റോ വൈസും എടുക്കുമ്പോൾ ഈ ഓരോ സപ്ലൈ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്ന വാല്യൂസിനോട് ആ സമ്മ് എടുക്കുന്നത് ഈക്വൽ ആയിരിക്കണം. ഇനി ഇങ്ങനെ എല്ലാ വാല്യൂസും ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ലൊക്കേറ്റ് ചെയ്ത കോളംസ് ഇല്ലേ, ആ കോളംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുക. അതായത് 19 × 5 പ്ലസ് 30 × 2 പ്ലസ് 30 × 6 പ്ലസ് 40 × 3 പ്ലസ് 70 × 4 പ്ലസ് 20 × 40. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, മിനിമം വാല്യൂ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞത് ₹1015 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്.